നമ്മൾ മായിസിൻ്റെ സംഭവം കേൾക്കും. മായിസ് ബിൻ മാലിക് അൽ അസ്ലമി, അതേപോലെ മായിസുമായി അവിഹിത ബന്ധത്തിലേർപ്പെട്ട ഖാമിദിയ എന്ന മഹദിയുടെയൊക്കെ ചരിത്രം. അതിൽ ജാബിർ ബിൻ സമ്ര പറയുന്നുണ്ട്, അതേപോലെ ബുറൈദ ഇബ്നുൽ ഹുസൈബ് പറയുന്നുണ്ട്, മറ്റ് സഹാബികളൊക്കെ പറയും. കാരണം സഹാബികളൊക്കെ ഇരിക്കുന്ന വേളയിലാണ് മായിസ് വരുന്നത്. അദ്ദേഹം ഒരു ഇസാർ കൊടുത്തിട്ടുണ്ട്, ഒരു തുണി മാത്രം. അദ്ദേഹത്തിന് ഒരു മേൽമുണ്ടില്ല, ഒരു കുപ്പായല്ല. ദരിദ്രാവസ്ഥയിലുള്ള മായിസ് ബിൻ മാലിക്കാണ്. എന്നിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വന്ന് പറയുന്നത്, റസൂലെ, ഞാൻ അപരാധം ചെയ്തു, അതുകൊണ്ട് അഖിം അലയ്യ കിതാബ് അല്ലാഹ്, അള്ളാഹുവിൻ്റെ കിതാബ് എന്നിൽ ശിക്ഷയായിട്ട് അതിൻ്റെ വിധി നടപ്പിലാക്കണം എന്ന് പറയുന്നത്, തഹീർനി, എന്നെ ശുദ്ധീകരിക്കണം എന്ന് പറയുന്നത് മായിസ് ബിൻ മാലിക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 4 തവണ അദ്ദേഹം പറയുമ്പോഴും മുഖന്തിരിക്കുകയാണ് ചെയ്തത്. ഒരു ഭാഗമാണ് എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറ്റൊരു ഭാഗത്തേക്ക് നോക്കും. അപ്പോൾ ആ ഭാഗത്തു കൂടി വന്ന് പറഞ്ഞു, ഞാൻ തെറ്റ് ചെയ്തു, ശുദ്ധീകരിക്കണം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറ്റൊരു ഭാഗത്തേക്ക് വന്നിരിച്ചു. അപ്പോൾ ആ ഭാഗത്ത് 4 പ്രാവശ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാളത് പറയുന്നത് പോലും കേൾക്കാൻ കൂട്ടാക്കാത്ത മട്ടിലാണ് വർത്തിച്ചത് മായിസിനോട്. പിന്നെ 4 പ്രാവശ്യം അയാൾ സ്വന്തത്തിൽ ഇഖ്റാർ ചെയ്ത് തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, അബിക ജുനൂൻ, അബിക ജുനൂൻ, നിനക്ക് ഭ്രാന്തുണ്ടോ? അപ്പോൾ അദ്ദേഹം ഇല്ല എന്ന് പറഞ്ഞു. ആളുകളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുകയാണ്, അബിഹി ജുനൂൻ അഹുവ മജ്നൂൻ, ഇങ്ങനെയൊക്കെ, ഇയാൾ ഭ്രാന്തനാണ്. അപ്പോൾ ആളുകൾ പറയുന്നത് ഭ്രാന്തനല്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അശരീബ ഖംറൻ, മദ്യപിച്ചിട്ടുണ്ടോ ചോദിക്കാൻ ആളുകളോട്. അപ്പോൾ ചിലർ എന്ത് ചെയ്തു, അദ്ദേഹത്തിൻ്റെ വായ മണത്തോക്കി മദ്യപിച്ച ലക്ഷണം ഉണ്ടോ, കാരണം ലഹരിയിൽ പറയുകയാണോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ മദ്യപിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മായിസിനോട് പറഞ്ഞത് കാണാം, ലഅല്ലക ഖബ്ബൽത ഔ നദർത ആനഖ്ത, നിങ്ങൾ ഒരു വേള ചുംബിച്ചിട്ടേ ഉണ്ടാവൂ, നിങ്ങൾ നോക്കിയിട്ടേ ഉണ്ടാവൂ, നിങ്ങൾ ആശ്ലേഷിച്ചിട്ടേ ഉണ്ടാവൂ, തെറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മായിസിനോട് പറയുന്നുണ്ട്, മായിസ് പോകാൻ വേണ്ടിയിട്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, എന്തിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ ഒരു എറിഞ്ഞു കൊല്ലേണ്ട കുറ്റം ചെയ്തിട്ടും അയാൾ പോകട്ടെ എന്ന നിലയ്ക്ക് ഇങ്ങനെ പെരുമാറിയത്? ഇത് അദ്ദേഹത്തിൻ്റെ വിഷയത്തിൽ മാത്രമല്ല, ഖാമിദിയയുടെ വിഷയത്തിൽ ഇതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർ പോകട്ടെ എന്നുള്ള നിലയ്ക്ക് ഏതൊക്കെ രീതിയിൽ അള്ളാഹുവിനോട് വൈഹക് തുബ് ഇലല്ലാഹ് മായിസിനോട് പറയുന്നുണ്ട്, കഷ്ടം, അള്ളാഹുവിലേക്ക് പശ്ചാത്തപിക്ക്, അതേപോലെ ഇസ്തിഗ്ഫാർ നടത്തുക എന്ന് പറഞ്ഞു വിടുന്നുണ്ട്. അപ്പോഴും വന്ന് പറയാണ്, ഞാൻ തെറ്റ് ചെയ്തു എന്ന് മറ്റു വരികയാണ്, തഹീർനി, ശുദ്ധീകരിക്കും. ഇതേപോലെ ഖാമിദിയയും തൗബ ചെയ്യ്, ഇസ്തിഗ്ഫാർ നടത്താൻ വിടുമ്പോൾ അവർ പറയാണ്, റസൂലെ, നിങ്ങൾ മായിസിനെ മടക്കി വിട്ടതുപോലെ എന്നെ മടക്കി വിടാൻ, ഈ അവിഹിത ബന്ധത്തിൽ ഞാൻ ഗർഭിണിയാണ് എന്ന് പറഞ്ഞിട്ടാണ് ഖാമിദിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വന്നിട്ട് സങ്കടം പറയുന്നത്, അവരുടെ വിഷയം പറയുന്നത്. അതുകൊണ്ട് തഹീർനി, എന്നെ ശുദ്ധീകരിക്കണം എന്ന് പറയാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഖാമിദിയയെയും അവിടുന്ന് വിടുകയാണ്. നീ ഗർഭിണിയാണ്, അതുകൊണ്ട് പ്രസവിച്ച് വരാൻ പറഞ്ഞു. പിന്നെ കുട്ടിയാണ്, പാൽ കുട്ടിയിട്ട് പാൽ കുടി പ്രായം കഴിഞ്ഞ് വരാൻ പറഞ്ഞു. ഇങ്ങനെയൊക്കെ വിടുന്നത് എന്തിനാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവരെ ഹദ്ദിൽ നിന്ന് ഒഴിവാക്കാനാണ്, ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കാനാണ്. ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, ഇസ്ലാം ഉദ്ദേശിക്കുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉദ്ദേശിച്ചതും ആളുകളുടെ തഹാറത്താണ്, ശുദ്ധീകരണമാണ്. ആ ശുദ്ധീകരണം തൗബയിലൂടെ നടക്കും, അതേപോലെ ശിക്ഷയിലൂടെയും നടക്കും. തൗബയിലൂടെ ശുദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ശിക്ഷയുടെ ആവശ്യമില്ല. ഇവർ തൗബയിലൂടെ ശുദ്ധീകരിക്കപ്പെട്ടു, അവർ പശ്ചാത്തപിച്ചു, തെറ്റ് ചെയ്തു, അള്ളാഹുവിനോട് മാപ്പിരന്നു, ഇനി ഒരു ശിക്ഷയുടെ ആവശ്യമില്ല. ഏത് ശിക്ഷ? എറിഞ്ഞു കൊല്ലാനാണ് എറിഞ്ഞു കൊല്ലം, 100 അടിയാണെങ്കിൽ 100 അടി, ഇതിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവരിൽ ഹദ്ദ് നടപ്പിലാക്കാതെ അവരെ വിടുന്നത്. കാരണം അവർ ശുദ്ധീകരിക്കപ്പെട്ടതാണ് പ്രധാനം, അത് തൗബയിലൂടെ നടന്നാൽ അത് മതി. ഇതിന് സമാനമായ മറ്റൊരു സംഭവമുണ്ട്, ഇതിലേക്ക് ഞാൻ വരാപ്പോൾ. അത് ഉദ്ധരിക്കുന്നത് വായിൽ ഇബ്നു ഹുജർ റളിയല്ലാഹു തആല അൻഹു ആണ്. വായിൽ ഇബ്നു ഹുജർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത്, അദ്ദേഹത്തിൻ്റെ മകൻ അൽഖമ ഉദ്ധരിക്കുന്ന സംഭവം, ഇമാം അബൂ ദാവൂദും തുർമുദിയും ഒക്കെ ഉദ്ധരിച്ച സഹിഹായ സംഭവമാണ്. അതിൽ ഹദീസിന്റെ തുടക്കത്തിൽ കാണാം, ഇന്നംറഅതൻ അലാ അഹദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖറജത് തുരീദു സ്വലാ, ഒരു പെണ്ണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത്, ഒരു മഹദി, നമസ്കാരം ഉദ്ദേശിച്ച് പുറപ്പെട്ടു എന്നാണ്. നമസ്കാരം ഉദ്ദേശിച്ച് പുറപ്പെട്ടു. വഴിയിൽ വെച്ച് ഒരു ആള് ഈ സ്ത്രീയെ ഫതജല്ലലഹ
വത്തഗശാഹ, അങ്ങനെ കാണാം ഹദീസിൻ്റെ ലഫ്ദിൽ. ഒരു പുരുഷൻ ഈ സ്ത്രീയെ കാണുകയും നിസ്കാരത്തിന് പുറപ്പെട്ട് ഈ പെണ്ണിനെ കാണുകയും അവരെ കടന്നു പിടിച്ച് അവരെ വഴിയിൽ വെച്ചിട്ട് പ്രാപിക്കുകയും ചെയ്തു. ബലാത്കാരമായിട്ട് പ്രാപിച്ചു. ഈ സ്ത്രീ ബഹളം വെച്ചു. അപ്പോഴാണ് ഒരാൾ ആ വഴിയെ വരുന്നത്. ഈ ആൾ വരുന്നത് കണ്ടുകൊണ്ടിട്ട് ഇയാൾ എന്ത് ചെയ്തു? ഓടി. ഈ അക്രമി ഓടി. അപ്പോൾ ഈ സ്ത്രീ പറഞ്ഞു, എന്നെ പ്രയാസപ്പെടുത്തിയ വ്യക്തിയാണ് ആ ഓടുന്നത്, പിടിക്കാൻ പറഞ്ഞത്. അപ്പോൾ ഈ ആഗതനായ വ്യക്തി ഉണ്ടല്ലോ, അയാൾ എന്ത് ചെയ്തു? അയാളെ പിടിക്കാൻ വേണ്ടിയിട്ട്, കുറ്റം ചെയ്ത വ്യക്തിയെ പിടിക്കാൻ വേണ്ടിയിട്ട് അയാളെ പിന്നാലെ ഓടി. അപ്പോഴാണ് ആ വഴിയെ റഹ്തുമിനൽ മുഹാജിർ എന്നാണ് മുഹാജിറുകളുടെ ഒരു സംഘം വരുന്നത്. അവരോട് ഈ സ്ത്രീ പറഞ്ഞു, എന്നെ ഒരാൾ ആക്രമിച്ചു, ദ്രോഹിച്ചു, അയാൾ ഈ വഴിയെ ഓടിയിട്ടുണ്ട്, അതുകൊണ്ട് അയാളെ പിടിക്കാൻ പറഞ്ഞു. അപ്പോൾ ഈ മുഹാജിറുകൾ എന്ത് ചെയ്തു? ആ വഴിയെ ഓടി അയാളെ പിടിക്കാൻ വേണ്ടി. മുഹാജിറുകൾക്ക് കിട്ടിയത് ആരെയാണ്? ഈ അക്രമികയെ പിടിക്കാൻ വേണ്ടിയിട്ട് സ്ത്രീ വിട്ട ആദ്യ വ്യക്തി ഉണ്ടല്ലോ, ആ വ്യക്തിനെയാണ് കിട്ടിയത്. അവരെന്ത് ചെയ്ത്? ഇയാളെ പിടികൂടി. അക്രമി ഓടി മറഞ്ഞു, ഈ വ്യക്തി പിടിക്കപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധിയിൽ ഹാജരാക്കപ്പെട്ടു. ഈ സ്ത്രീയും വന്നു. ഈ വ്യക്തിയാണോ നിങ്ങളെ ആക്രമിച്ചതെന്ന് ചോദിച്ചപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, ഇയാളാണെന്ന് പറഞ്ഞു. ഇയാളാണ് എന്നെ ആക്രമിച്ചതെന്ന് പറഞ്ഞു. അപ്പോൾ ആ വ്യക്തി പറഞ്ഞു, ഞാൻ ഇന്നമ അഗസ്തുഖി, ഞാൻ നിങ്ങളെ സഹായിക്കുക മാത്രമാണ് ചെയ്തത്, ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവരാണിട്ട് പറഞ്ഞില്ല, ഇയാൾ തന്നെയാണ് എന്നെ ചെയ്തത് എന്ന് പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സവിധത്തിൽ. അപ്പോഴത്തേക്ക് ആൾ കൂടി. അപ്പോൾ ഇനി എന്താ ഉണ്ടാകുക? ഈ സ്ത്രീ സത്യം ചെയ്ത് പറഞ്ഞപ്പോൾ അയാളിൽ ശിക്ഷ നടപ്പിലാക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടാകുക. അപ്പോൾ എന്ത് ചെയ്തു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇയാൾക്ക് ശിക്ഷയുണ്ട് എന്നുള്ളത് പ്രഖ്യാപിച്ച്. നോക്കണം ആ രംഗം. അയാൾ നിരപരാധിയാണ്. ഈ സ്ത്രീയെ സഹായിക്കാൻ ഒരുമ്പെട്ട ഒരു വ്യക്തി മാത്രമാണ്. അയാൾ ശിക്ഷിക്കപ്പെടും എന്ന അവസ്ഥ വന്നപ്പോൾ യഥാർത്ഥ കുറ്റവാളി ഉണ്ടല്ലോ, ആ കുറ്റം ചെയ്ത വ്യക്തി ഈ കൂട്ടത്തിലുണ്ട്. അയാൾ അപ്പോഴത്തേക്ക് അവിടെ വന്നിട്ടുണ്ട്, അയാൾ കൂട്ടത്തിലുണ്ട്. ഒരു നിരപരാധി താൻ കാരണത്താൽ ശിക്ഷിക്കപ്പെടും എന്നുള്ള അവസ്ഥ വന്നപ്പോൾ ആ വ്യക്തി എഴുന്നേറ്റ് വന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയാണ്, യാ റസൂൽ അല്ലാഹ് ഇന്നി സാഹിബുഹ, റസൂലെ ഞാനാണ് ആ സ്ത്രീയെ തെറ്റ് ചെയ്ത വ്യക്തി, അതുകൊണ്ട് അയാളെ വിടണം എന്ന് പറയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ മഹദിയോട് പറഞ്ഞു, ഇദ്ഹബി ഖദ് ഗഫറ അല്ലാഹു ലക്കി, പെണ്ണെ നീ പോ, അള്ളാഹു നിനക്ക് പുറത്തു തന്നിരിക്കുന്നു. ആ നിരപരാധി അയാൾ വിളിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖൗലൻ ഹസനൻ, വളരെ സുന്ദരമായ വാക്ക് പറഞ്ഞ് അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചു. ഈ വ്യക്തി, തെറ്റ് ചെയ്ത വ്യക്തി അവിടെ നിൽക്കുകയാണ്. ആളുകൾ പറയാണ്, അഫലാൻ അർജുമുഹു, നമ്മൾ അയാൾ എറിഞ്ഞു കൊല്ലല്ലേ എന്ന് ചോദിച്ച്, എറിഞ്ഞു കൊല്ലില്ലേ എന്ന് ചോദിച്ചു. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് അയാളെക്കുറിച്ച്, ലഖദ് താബ തൗബതൻ ലൗ താബഹ അഹ്ലുൽ മദീന ലവസിഅഹു, ഇയാൾ ഒരു തൗബ ചെയ്തിട്ടുണ്ട്. ആ തൗബ മദീനക്കാർക്ക് മൊത്തം തൗബ ചെയ്യുകയാണെങ്കിൽ അവർക്ക് തൗബയായി അത് മതിയാകും. അങ്ങനെയുള്ള ഒരു മനസ്താപമാണ്, തൗബയാണ് ഈ മനുഷ്യൻ ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാളെ ശിക്ഷ നടപ്പിലാക്കാതെ അയാളുടെ തൗബയിൽ അയാൾ ശുദ്ധീകരിക്കപ്പെട്ടതിൽ പരിമിതപ്പെടുകയാണ് ഉണ്ടായത്. ഇതുപോലത്തെ വേറെ ഉദാഹരണങ്ങളുണ്ട്. നമ്മളുടെ ദീൻ, അതുപോലെ നമ്മുടെ ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ആളുകളെ വെട്ടാനും കൊത്താനും നിയുക്തമായ റസൂലോ നിയുക്തമായ ദീനോ അല്ല. ചില ആളുകൾ ഇങ്ങനെ വാചാലായിട്ട് പറയും, കട്ടോൻ്റെ കൈ വെട്ടണ്ടേ, വ്യഭിചരിച്ചവനെ കല്ലെറിയണ്ടേ. കട്ടോൻ്റെ കൈ വെട്ടാനും വ്യഭിചരിച്ചവൻ്റെ തല കൊത്താനും അല്ലെങ്കിൽ എറിഞ്ഞു കൊല്ലാനും അതിനുള്ള ദീനല്ല. അതിൻ്റെ അർത്ഥം അങ്ങനത്തെ ശിക്ഷ ഇല്ലയെന്നോ നടപ്പിലാക്കണ്ടോ എന്നല്ല. പിന്നെയോ ദീൻ ആളുകളുടെ ശുദ്ധീകരണമാണ്, ആളുകളുടെ പവിത്രതയാണ്, പരിശുദ്ധിയാണ് ലക്ഷ്യമാക്കുന്നത്. മനുഷ്യന്മാർ മനുഷ്യ സഹജമായി തെറ്റ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ തന്നെയും, തെറ്റാണ്, ചെറുതാണെങ്കിലും വലുതാണെങ്കിലും, പാപക്കറ കൽബിലേറ്റാൽ അത് മഹാ അപകടമാണ്. പാപികൾക്ക് ഒരുക്കപ്പെട്ടത് വലിയ ശിക്ഷയാണ്, അതിലൊന്നും ഇഷ്കാലില്ല. പക്ഷേ മനുഷ്യ സഹജമായി തെറ്റ് വന്നു പോയിട്ടുണ്ടെങ്കിൽ അത്തരം അപരാധികൾ സ്ഫുടം ചെയ്യപ്പെടണം, അവർ ശുദ്ധീകരിക്കപ്പെടണം. അവർക്കും ഒരു നാളെയുണ്ട് നന്നായി ജീവിക്കാൻ, അവർക്കും അവസരങ്ങൾ വേണം, ശുദ്ധീകരിക്കപ്പെട്ടുള്ളതായ അവസരങ്ങൾ. അതാണ് ഇസ്ലാം ലാക്കാക്കിയത്. അത് തൗബയിലൂടെ സാധ്യമായിട്ടുണ്ടെങ്കിൽ അത് മതി. അതല്ല അത് ഹദ്ദിലൂടെയാണ് സാധ്യമാക്കപ്പെടേണ്ടത്. അങ്ങനത്തെ സാഹചര്യമാണെങ്കിൽ ഹദ്ദ് തന്നെ നടപ്പിലാക്കിയിട്ട് എന്ത് ചെയ്യണം, അത് സാധ്യമാകണം എന്നുള്ളതാണ്. ആ ശുദ്ധീകരണം നടപ്പിലാക്കപ്പെടണം. ഹാമിദിയയെ എറിഞ്ഞു കൊന്നു, മായിസ് അതേപോലെ എറിഞ്ഞു കൊല്ലൽ ശിക്ഷയ്ക്ക് വിധേയരായി. അതെന്തുകൊണ്ട്? അത് അവരുടെ വാശിയാണ്, അവരുടെ ഉത്കടമായ താല്പര്യവും ആഗ്രഹവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർ തൗബ ചെയ്തു, അവർ
തത്വഹീറിന് ശുദ്ധിയാക്കപ്പെടലിന് വിധേയമായി. നിസാസലമ തങ്ങൾ അത് മതി എന്ന് ഉദ്ദേശിച്ചതാണ്. പക്ഷെ അവർ പറയാണ് തൗബയിലൂടെയും ഹദ്ദിലൂടെയും രണ്ട് നിലക്കും ഞങ്ങൾക്ക് പൂർണ്ണ ശുദ്ധി വേണം. ഞങ്ങൾക്ക് പരലോകം നഷ്ടപ്പെടുന്ന ഒരു ഹാലിൽ ഞങ്ങളുടെ തൗബ സ്വീകരിക്കപ്പെട്ടോ എന്ന് അവർക്കറിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഒരു പാപക്കറയേറ്റിയിട്ട് പടച്ചോനെ പരലോകത്ത് കണ്ടുമുട്ടേണ്ട. അതുകൊണ്ട് ഞങ്ങൾക്ക് ഹദ്ദിലൂടെയുള്ള ശുദ്ധീകരണവും കൂടി വേണം എന്ന് അവരുടെ ഉത്കടമായ ആഗ്രഹം. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാധിപ്പിച്ചു, നടപ്പിലാക്കിയെന്ന് മാത്രം. അതില്ല, ഒരാൾ തൗബ ചെയ്തിട്ടുണ്ട് എങ്കിൽ അങ്ങനെ ശുദ്ധീകരിക്കപ്പെടുകയാണെങ്കിൽ അത് മതി എന്നുള്ളതാണ് നമ്മുടെ ദീൻ പഠിപ്പിക്കുന്നത് എന്നത് ഇത്തരം സംഭവങ്ങളെ മുഖവിലേക്കെടുത്ത് പ്രാമാണികർ വിശദീകരിച്ചത് കാണുവാൻ സാധിക്കും. ഈ ഒരു മസല ഇഅ്ലാമുൽ മുവഖ്ഖഈൻ എന്ന് പറയുന്ന ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ബൃഹത്തായ രചനയിൽ അദ്ദേഹം വിശദീകരിച്ചത്. അതുപോലെ വേറെയും ഹദീസ് ഗ്രന്ഥങ്ങളുടെ ഷറഹുകളിലൊക്കെ നമ്മൾ വായിക്കുന്ന ഒരു വിഷയമാണ്. ഈ മായിസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാൾ വിട്ടത് നമ്മൾ പറഞ്ഞില്ലേ, എത്ര കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ട അദ്ദേഹം പോകാൻ വേണ്ടിയിട്ട്. പിന്നെ അദ്ദേഹത്തിൽ ശിക്ഷ നടപ്പിലാക്കി അദ്ദേഹം ആവശ്യപ്പെട്ടതനുസരിച്ച്. ആളുകൾ പറയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്, റസൂലെ അദ്ദേഹം ഏറിൻ്റെ നോവേറ്റപ്പോൾ ഓടി, ഞങ്ങൾ അദ്ദേഹത്തെ പിന്നാലെ കൂടി എറിഞ്ഞു എന്നാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അദ്ദേഹം ഓടിയപ്പോൾ നിങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ പാട്ടിന് വിട്ടുകൂടായിരുന്നു? അദ്ദേഹം തൗബ ചെയ്ത് അദ്ദേഹം ശിഷ്ടകാലം വിശുദ്ധനായി ജീവിക്കാൻ അവസരം സൃഷ്ടിച്ചുകൂടായിരുന്നു? നിങ്ങൾ എന്തിനാണ് അദ്ദേഹത്തെ പിന്നാലെ കൂടി എറിഞ്ഞത് എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആളുകളെ ആ വിഷയത്തിൽ ഗുണദോഷിക്കുകയുണ്ടായി എന്നാണ്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മായിസിൻ്റെ വിഷയത്തിൽ പിന്നീട് ആളുകളെ വിളിച്ചുകൂട്ടി സംസാരിച്ചതും പ്രസംഗിച്ചതൊക്കെ നമ്മൾ കേൾക്കും. നബി അദ്ദേഹത്തിന് വേണ്ടി പൊറുക്കലിനെ തേടാൻ വേണ്ടിയിട്ട് ആളുകളോട് അഭ്യർത്ഥിച്ചത്, പിന്നെ അദ്ദേഹത്തിൻ്റെ തൗബയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ പ്രാധാന്യത്തിൽ ഒരു ഉമ്മത്ത് ജനസമൂഹം മുഴുവൻ തൗബ ചെയ്തിട്ടുണ്ട് എങ്കിൽ മായിസ് മാത്രം ചെയ്ത തൗബ അവർക്ക് ആ തൗബയായിട്ട് മതിയാകുമായിരുന്നു എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മായിസിൻ്റെ ഈ പശ്ചാത്താപത്തെ തൗബയെ ശ്ലാഘിച്ച് പറഞ്ഞത് ഒക്കെ നമ്മൾ വായിക്കും ഹദീസ് ഗ്രന്ഥങ്ങളിൽ. ഇതേപോലെ ഖാമിദിയയുടെയും ഒക്കെ വിഷയത്തിൽ ഞാൻ പറഞ്ഞു വരുന്നത്, നബിയുനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുറ്റവാളികളായ ആളുകളോട് പുലർത്തിയിരുന്നതായ നിലപാടുകൾ, സമീപനങ്ങൾ, അവരോട് പെരുമാറിയിരുന്നതായ പെരുമാറ്റങ്ങൾ അത്ഭുതകരമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പെരുമാറ്റത്തിൻ്റെ ഈ മാതൃക.